ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സുവർണ ജൂബിലി നിറവിൽ റവറന്റ് ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാൻ. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയും ചൈനയും മൂല്യമേറിയ സുഹൃത്തുക്കളാണ്. ശ്രീലങ്ക പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ. ഡൽഹി മുഖ്യമന്ത്രിയായി അതിഷി ചുമതലയേറ്റു. സമീപം കേജ്രിവാളിന്റെ അടയാളമായി ഒഴിഞ്ഞ കസേരയും. സിദ്ദിഖിനെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും. നിർദ്ദേശം നൽകി ക്രൈംബ്രാഞ്ച് മേധാവി. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവം. ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിനോട് വിയോജിച്ച് DGP. വാർത്തകൾ വിശദമായി. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ഇംഗ്ലീഷ് വിഭാഗം ഡയറക്ടർ റവറന്റ് ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാന്റെ 50ാം പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അടിച്ചമർത്തപ്പെട്ടവരോടും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ സമീപനം തന്നെയാണ് കേരള സർക്കാരും പുലർത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ക്ഷണപത്രത്തിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ മറ്റൊരു വശം വ്യക്തമാക്കുന്ന ഒരു ബൈബിൾ വചനം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിതാണ്, ഉദ്ധരിക്കുകയാണ് ഞാൻ: എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു; ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു; ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു; നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു; രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു; തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. ഇതാണ് ആ ബൈബിൾ വചനം. ആ ബൈബിൾ ഭാഗത്തിൻ്റെ തുടർച്ചയായി ഒരു കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നതാണ്. ഇവ രണ്ടും ചേർത്ത് വായിച്ചാൽ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അടിച്ചമർത്തപ്പെട്ടവരോടും എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ആ ബൈബിൾ ഭാഗം വ്യക്തമാക്കുന്നുണ്ട്. യേശുവിൻ്റെ പഠിപ്പിക്കലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പല ദൈവശാസ്ത്രജ്ഞന്മാരും കണക്കാക്കുന്ന ഒരു ബൈബിൾ ഭാഗമാണ്. സമൂഹത്തിലെ ഒരു വിഭാഗം എന്തുകൊണ്ടാണ് പാവപ്പെട്ടവരായും അടിച്ചമർത്തപ്പെട്ടവരായും കഴിയുന്നത് എന്ന് ചിന്തിക്കുകയും അവരുടെ മോചനത്തിനായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന വിമോചന ദൈവശാസ്ത്രത്തെ പോലെയുള്ള ചിന്താഗതികൾക്ക് ആധാരമായിരിക്കുന്ന ബൈബിൾ ഭാഗമാണ്. അക്ഷരാർത്ഥത്തിൽ ആ ബൈബിൾ ഭാഗം പാലിക്കപ്പെടുകയാണ് ഈ ചടങ്ങിൽ. 14 സാന്ത്വന കേന്ദ്രങ്ങളും 100 കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന വയോമിത്രം പുനരധിവാസ പദ്ധതിയും മറ്റും എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ എല്ലാം ഭാഗമാകാൻ കഴിയുന്നതിലുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തട്ടെ. ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ഈ ധ്യാനകേന്ദ്രം കരുതുന്നത് എന്നാണ് കണക്കാക്കേണ്ടത്. പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അടിച്ചമർത്തപ്പെട്ടവരോടും ഡിവൈൻ ധ്യാനകേന്ദ്രം പുലർത്തുന്ന അതേ സമീപനം തന്നെയാണ് ആ വിഭാഗങ്ങളോട് കേരള സർക്കാരും പുലർത്തുന്നത്. ഹരിത കേരളം, ആർദ്രം, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടങ്ങിയ മിഷനുകൾ മുതൽ ഭൂരഹിതരില്ലാത്ത കേരളം മുതൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം വരെയും അതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. ലൈഫ് മിഷൻ മുഖേന ഇതിനോടകം സംസ്ഥാന സർക്കാർ 4 ലക്ഷത്തിലധികം വീടുകൾ പണിത് നൽകിക്കഴിഞ്ഞു. ഇതുകൂടാതെ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ടവർക്കായി പുനർഗേഹം പദ്ധതി അടക്കമുള്ളവ നടപ്പാക്കി വരുന്നുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് വ്യക്തികളും
സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകാൻ തയ്യാറാകുന്നത്. ഭൂരഹിതരില്ലാത്ത കേരളം എന്ന വാഗ്ദാനം നിറവേറ്റാനായി വിവിധ ജില്ലകളിലായി നടന്ന പട്ടയമേളകളിലൂടെ 3,60,000 പേർക്കാണ് കഴിഞ്ഞ 8 വർഷം കൊണ്ട് ഭൂമിയുടെ മേലുള്ള ഉടമസ്ഥാവകാശം ഉറപ്പുവരുത്തിയത്. അതിദാരിദ്ര്യ കുടുംബങ്ങൾ 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. അടുത്ത വർഷം 2025 നവംബർ 1 നമ്മുടെ സംസ്ഥാനം ഒരു അതിദാരിദ്ര്യ കുടുംബവും ഇല്ലാത്ത സംസ്ഥാനമായി മാറും എന്നതാണ് നാം കണക്കാക്കിയിട്ടുള്ളത്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അടിച്ചമർത്തപ്പെട്ടവരോടും യേശു പഠിപ്പിച്ച സമീപനമാണ് ഡിവൈൻ ധ്യാന കേന്ദ്രം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡിവൈൻ ധ്യാന കേന്ദ്രം 50 നിർധന കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും കൈമാറുന്നതിന്റെ രേഖാസമർപ്പണവും 1500 നിർധന കുടുംബങ്ങളെ ജീവിതാന്ത്യം വരെ സൗജന്യമായി പരിപാലിക്കുന്ന 14 സാന്ത്വന കേന്ദ്രങ്ങളുടെ 25ാം വാർഷികാഘോഷവും 100 കിടപ്പ് രോഗികൾക്ക് ജീവിതാന്ത്യം വരെ പരിചരണം നൽകുന്ന വയോമിത്രം പുനരധിവാസ പദ്ധതിയുടെ താക്കോൽ സമർപ്പണവും ശിലാഫലകവും അനാച്ഛാദനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന റവറന്റ് ഡോക്ടർ ഫാദർ അഗസ്റ്റിൻ വല്ലൂരാനെ മുഖ്യമന്ത്രി പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തു പിടിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു, തടവിലായിരുന്നു, എൻ്റെ അടുക്കൽ വന്നു എന്ന വചനം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. അതിനുശേഷം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു. ജലസേചന മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ഈ ചടങ്ങ് എല്ലാവരെയും ഒരുമിപ്പിച്ചിരിക്കുന്നു, ഒന്നിച്ച് ചിന്തിപ്പിക്കുന്നു. എന്താണ് ഡിവൈൻ എന്ന് ലോകം ശ്രദ്ധിക്കുന്ന ഒരു നിമിഷം. വിവിധങ്ങളായ പദ്ധതികളിലെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചത്. നിർധനരായ കുടുംബങ്ങളെ സഹായിക്കുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായതാണ് 100 കിടപ്പ് രോഗികൾക്ക് ജീവിതാന്ത്യം വരെ പരിചരണം നൽകുന്ന വയോമിത്രം പുനരധിവാസ പദ്ധതി ഉൾപ്പെടെയുള്ള ധാരാളം കാര്യങ്ങൾ. അതോടൊപ്പമാണ് റവറന്റ് ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാൻ VC-യുടെ ജൂബിലി. ആ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. എനിക്കവിടെ നിൽക്കുമ്പോൾ പ്രസംഗിക്കുവാനായി ഒന്നും തന്നെ തോന്നുന്നില്ല. 1998 ഇതേ സ്ഥലത്ത് ഈ താഴെയൊരു കസേരയിലിരുന്ന് ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ അനക്കലച്ഛൻ്റെയും അതോടൊപ്പം അന്ന് ഉണ്ടായിരുന്ന വചനപ്രഘോഷകരുടെയും ശ്രദ്ധാപൂർവം അവർ നടത്തിയ വചനങ്ങൾ ശ്രമിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചതോർത്ത് ഞാൻ നന്ദി പറയുകയാണ്. അതിൻ്റെ ജീവിതത്തിലൊരു മാറ്റത്തിന് വഴിതെളിച്ചു. ഞാനിതെവിടെയും തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ കാണേണ്ടത് ഈ ആലയത്തിൽ വരുമ്പോൾ കർത്താവിനെ പരിചയപ്പെടുത്തലാണ്. ദൈവത്തെ തിരിച്ചറിയുവാനുള്ള അവസരം സൃഷ്ടിക്കപ്പെടുകയാണ്. അതിലൂടെ ഒരു നവീകരണത്തിനും ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന ബോധ്യവും ഓരോരുത്തരും രൂപപ്പെട്ടു വരുന്നത് സാമൂഹ്യ മാറ്റത്തിൽ സൗഹൃദത്തിനും മതേതരത്വത്തിനും വഴിയൊഴുക്കലാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ജാതി മത വർഗവർണ്ണ അതിർവരമ്പുകളില്ലാതെ ഇവിടെ എത്തിച്ചേരുന്നവരുടെ രീതികളും സ്വഭാവങ്ങളും ഭാവവും എല്ലാം കർത്താവിനെ തിരിച്ചറിയുന്നവരുടെ ഒരു വിശ്വാസ കോട്ടയായി മാറുന്ന ഈ ചാലക്കുടിയിലെ ഡിവൈൻ ലോകശ്രദ്ധ ആകർഷിച്ചത് ഇവിടെ വരുന്ന ആൾക്കാരുടെ എണ്ണം കൊണ്ട് മാത്രമല്ല, വിശ്വാസ തീക്ഷ്ണതയെ മൃഗപ്പിടിക്കുന്നൊരു സമൂഹത്തിന് നൽകുന്ന വലിയ ഒരു സാക്ഷ്യമാണ്. തീർച്ചയായിട്ടും ആ സദസ്സിലും വേദിയിലും എത്തിച്ചേരാൻ കഴിഞ്ഞതിലാണ് എൻ്റെ സന്തോഷം. ജാതി മതഭേദമില്ലാതെ എത്തിച്ചേരുന്ന എല്ലാവരും കർത്താവിനെ തിരിച്ചറിയുന്ന കോട്ടയാണ് ഡിവൈൻ എന്ന് റോഷി അഗസ്റ്റിൻ പ്രഭാഷണത്തിൽ പറഞ്ഞു. MP-മാരായ ബെന്നി ബെഹനാൻ, ഫ്രാൻസിസ് ജോർജ്, ജോസ് കെ മാണി, ഡീൻ കുര്യാക്കോസ്, മുൻ MLA അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, മുൻ MP തോമസ് ചാഴിക്കാടൻ, ഫാദർ പോൾ പുതുവ, ഫാദർ മാത്യു തടത്തിൽ, ഫാദർ ബിനോയ് ചക്കാനിക്കുന്നേൽ, PJ ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു.
ഡിവൈൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ജോർജ് പനക്കൽ, സുപ്പീരിയർ ഫാദർ വർഗീസ് പാറപ്പുറം, ഫാദർ മാത്യു നായിക്കമ്പറമ്പിൽ എന്നിവർ ചേർന്ന് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. റവറന്റ് ഡോക്ടർ ഫാദർ അഗസ്റ്റിൻ വല്ലൂരാന്റെ കൃതജ്ഞതാ ബലിയോടെയാണ് ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചത്. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ സാൻഡ്വിച്ച് ആകാനില്ലെന്ന് ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ. വിദേശകാര്യ നയത്തിൽ ശക്തമായ നിലപാടുകൾ എടുക്കുമെന്നാണ് ചുമതലയേറ്റെടുത്ത ദിസനായകെ വ്യക്തമാക്കുന്നത്. സൂറച്ചിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മൊണോക്കിൽ മാസികയുമായുള്ള അഭിമുഖത്തിലാണ് ദിസനായകെ ഇക്കാര്യം വ്യക്തമാക്കിയത്. തന്റെ കാലഘട്ടത്തിൽ ആഗോള ശത്രുതയിൽ വലിച്ചിഴക്കപ്പെടുന്നതിൽ നിന്ന് ശ്രീലങ്ക മാറി നിൽക്കുമെന്ന് അനുരകുമാര ദിസനായകെ വ്യക്തമാക്കി. ഏതെങ്കിലും ശക്തമായ രാജ്യത്തിനൊപ്പം നിൽക്കുന്നതിന് പകരം ഇന്ത്യയും ചൈനയുമായും നാഷണൽ പീപ്പിൾസ് പാർട്ടി സർക്കാരിന്റെ അടുപ്പം സന്തുലിതമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു ഭൂരാഷ്ട്ര കലഹത്തിലും ഞങ്ങൾ ഇടപെടില്ലെന്നും ഒരു രാജ്യത്തോടും സഖ്യമാകില്ലെന്നും ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിൽ സാൻഡ്വിച്ച് ആകാൻ താൽപ്പര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. APP സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇരു രാജ്യങ്ങളുമായുള്ള അടുത്ത ബന്ധമാണ്. യൂറോപ്യൻ യൂണിയൻ, മധ്യപൂർവേഷ്യ, ആഫ്രിക്ക തുടങ്ങിയവയുമായും മികച്ച ബന്ധം ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ നയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ദിസനായകെ മറുപടി നൽകി. പ്രാദേശിക സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനിടയിൽ പക്ഷപാത നിലപാടുമായി നിൽക്കുകയാണ് ശ്രീലങ്കയുടെ പരമാധികാരം നിലനിർത്തുവാൻ മികച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ആഗോള സൂപ്പർ പവർ രാജ്യങ്ങളുടെ അധികാര വടംവലിക്കിടയിൽ ശ്രീലങ്ക കക്ഷിയാകില്ലെന്നു കൂടിയാണ് പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ വ്യക്തമാക്കിയത്. 2019 ദിസനായകെ ആദ്യമായി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അന്ന് വെറും 3% വോട്ട് മാത്രമാണ് ലഭിച്ചത്. കടുത്ത അഴിമതി വിരുദ്ധ നിലപാട് പുലർത്തുന്ന സംവിധാനങ്ങളുടെ സുതാര്യത ആവശ്യപ്പെടുന്ന നേതാവെന്ന പ്രതീതിയാണ് ദിസനായകയ്ക്ക് ഉള്ളത്. എംപോക്സ് രോഗബാധിതനായി കേരളത്തിൽ ചികിത്സയിലിരിക്കുന്ന വ്യക്തിക്ക് ക്ലേഡ് 1B വകഭേദം സ്ഥിരീകരിച്ചു. UAE-യിൽ നിന്ന് കേരളത്തിലെത്തിയ മലപ്പുറം സ്വദേശിയായ 38-കാരനിലാണ് ക്ലേഡ് 1B വകഭേദം കണ്ടെത്തിയത്. ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച എംപോക്സ് വൈറസിന്റെ വകഭേദമാണ് ക്ലേഡ് 1B. ഇന്ത്യയിൽ കണ്ടെത്തുന്ന എംപോക്സ് ക്ലേഡ് 1B വൈറസിന്റെ ആദ്യ വകഭേദമാണിത്. ക്ലേഡ് 1B എന്ന വകഭേദമാണ് ആഫ്രിക്കയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ രോഗവ്യാപനത്തിന് പിന്നിൽ. പുതിയ വകഭേദം ദ്രുതഗതിയിലാണ് പടരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. സ്വീഡനിലും ഇതേ വകഭേദം തന്നെയാണ് വ്യാപിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. 2022 രോഗവ്യാപനത്തിന് കാരണമായിരുന്നത് ക്ലേഡ് 2B വകഭേദമാണ്. അന്ന് 116 രാജ്യങ്ങളിൽ നിന്നായി 100,000 പേരെയാണ് രോഗം ബാധിച്ചത്. മരണപ്പെട്ടത് 200 പേരും. ഇന്ത്യയിൽ 27 പേർ രോഗബാധിതരാവുകയും ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു. മുമ്പത്തെ വകഭേദത്തെ അപേക്ഷിച്ച് തീവ്രവ്യാപന ശേഷിയാണ് ക്ലേഡ് 1Bക്ക് ഉള്ളതെന്ന് വിദഗ്ധർ പറയുന്നു. ക്ലേഡ് 2Bയിലെ മരണനിരക്ക് 1% ഇപ്പോഴത്തെ വകഭേദത്തിന് മരണസാധ്യത 10% കൂടുതലാണ്. മുമ്പത്തെ എംപോക്സ് ലക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇക്കുറി പ്രത്യക്ഷമാകുന്നതെന്നും വിദഗ്ധർ അറിയിച്ചു. നേരത്തെ നെഞ്ചിലും കൈകാലുകളിലും കുമിളകളായിരുന്നു പ്രധാന ലക്ഷണമെങ്കിൽ ഇപ്പോഴത്തേത് നേരിയ തോതിൽ ജനനേന്ദ്രിയ ഭാഗത്ത് കുമിളകൾ വരുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ രോഗം തിരിച്ചറിയാൻ വൈകുന്നുവെന്നും വിദഗ്ധർ കണക്കാക്കുന്നു. 2022 മുതൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മങ്കിപോക്സ് വ്യാപനമുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ചു നാളുകളായി തീവ്രവ്യാപനമുണ്ട്. വെസ്റ്റ് സെൻട്രൽ ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് രോഗവ്യാപനമുള്ളത്. അമേരിക്കയിലും യൂറോപ്പിലും രോഗികളുടെ നിരക്കിൽ വർധനവുണ്ട്. നിലവിലെ വ്യാപനത്തിന് തുടക്കമാകുന്നത് കഴിഞ്ഞ ജനുവരി മുതലാണ്. റിപ്പബ്ലിക് ഓഫ് കോങ്കോയ്ക്ക് പുറമെ അയൽ രാജ്യങ്ങളായ കെനിയ, റുവാണ്ട, ഉഗാണ്ട എന്നിവിടങ്ങളിലും രോഗവ്യാപനമുണ്ട്. രോഗികളുടെ എണ്ണവും മരണവും ക്രമാതീതമായി ഉയരുന്ന പശ്ചാത്തലത്തിൽ എംപോക്സിനെതിരെ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. 2009 മുതൽ ഇതുവരെ 7 തവണയാണ് ആരോഗ്യവകുപ്പ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. H1N1, പന്നിപ്പനി, പോളിയോ വൈറസ്, സിക വൈറസ്, എബോള, കോവിഡ്, എംപോക്സ് എന്നിവയ്ക്കാണ് ഇതുവരെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ലെബനനിൽ ഇസ്രായേലിന്റെ വ്യാപക വ്യോമാക്രമണ പരമ്പരകളിൽ 274 പേർ കൊല്ലപ്പെട്ടതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 1000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തിങ്കളാഴ്ച തെക്കൻ വടക്കുകിഴക്കൻ ലെബനനിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. മരിച്ചവരിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ലെബനനിലെ 300 ലക്ഷ്യകേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഹിസ്ബുള്ളയ്ക്കെതിരെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെയുള്ള ഏറ്റവും ശക്തമായ വ്യോമാക്രമണമാണ് ഇന്നലെ നടന്നത്. വരും ദിവസങ്ങളിലും ആക്രമണം കടുപ്പിക്കുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി പറഞ്ഞു. തെക്കൻ ലെബനനിലുള്ളവരോട് വീടുവിടാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു. ഹിസ്ബുള്ള ആയുധം സൂക്ഷിക്കുന്ന ഈ പ്രദേശങ്ങളിൽ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. പ്രദേശത്തു നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് തങ്ങൾക്ക് ടെക്സ്റ്റ് വോയിസ് മെസ്സേജുകൾ ലഭിച്ചതായി
തെക്കൻ ലെബനനിലെ ജനങ്ങൾ പറയുന്നു. ഫോൺ സന്ദേശം തന്റെ ഓഫീസിനും ലഭിച്ചതായി ലെബനൻ ഇൻഫർമേഷൻ മന്ത്രി പറഞ്ഞു. തെക്കൻ മേഖലയിലെ ആശുപത്രികളിൽ അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രം നടത്തിയാൽ മതിയെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രദേശത്തെ സ്കൂളുകൾക്ക് സർക്കാർ അവധി പ്രഖ്യാപിച്ചു. അതിനിടെ ഇസ്രായേലിന്റെ യുദ്ധം ലെബനീസ് ജനതയോടല്ലെന്നും ഹിസ്ബുള്ളയോടാണെന്നും നെതന്യാഹു പറഞ്ഞു. ഏറെക്കാലമായി നിങ്ങളെല്ലാം ഹിസ്ബുള്ള മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നു. നിങ്ങളുടെ സ്വീകരണ മുറികളിൽ റോക്കറ്റുകളും ഗ്യാരേജുകളിൽ മിസൈലുകളും അവർ ഒളിപ്പിക്കുന്നു. ഈ റോക്കറ്റുകളും മിസൈലുകളും ഞങ്ങളുടെ നഗരങ്ങളെയും ഞങ്ങളുടെ ജനതകളെയും ലക്ഷ്യമിട്ടാണ് വരുന്നത്. ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേൽ ജനതയെ സംരക്ഷിക്കുവാൻ ഞങ്ങൾക്ക് ആയുധമെടുത്തേ മതിയാകൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UN സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വം നൽകുന്നതിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി. ആഗോള സമാധാനവും വികസനവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സംഘടനകൾ പരിഷ്കരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UN പൊതുസഭയിൽ വ്യക്തമാക്കിയിരുന്നു. UN രക്ഷാസമിതിയിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വം സംബന്ധിച്ച് പരോക്ഷമായാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇന്ത്യയ്ക്ക് പുറമെ 2 ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും സ്ഥിരാംഗത്വം നൽകണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. സുരക്ഷാ സമിതി വിപുലീകരിക്കുവാനുള്ള ചർച്ചകൾ ഉടൻ തുടങ്ങണമെന്നും അമേരിക്ക UN പൊതുസഭയിൽ ആഹ്വാനം ചെയ്തു. അതേസമയം ന്യൂയോർക്കിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. റഷ്യ യുക്രൈനിൽ സംഘർഷം തീർക്കുവാൻ മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന സൂചനയാണ് മോദി സെലൻസ്കി കൂടിക്കാഴ്ചയിലൂടെ ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുടെയും ഇടപെടലിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്നാണ് ചർച്ചയിൽ ആവശ്യപ്പെട്ടതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്രമിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. നേരത്തെ 2 രാജ്യങ്ങൾക്കിടയിലെ ചർച്ചയെന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട്. സാധ്യമായ എല്ലാ രീതികളിലൂടെയും നയതന്ത്ര ചർച്ചകളിലൂടെയും പ്രശ്നം പരിഹരിക്കാമെന്നും അതിനുള്ള എല്ലാ പിന്തുണയും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. 1 മാസത്തിനുള്ളിൽ മോദിയും സെലൻസ്കിയും തമ്മിൽ നടക്കുന്ന 2ാമത്തെ കൂടിക്കാഴ്ചയാണിത്. ഓഗസ്റ്റ് 23-ന് പ്രധാനമന്ത്രിയുടെ യുക്രൈൻ സന്ദർശന വേളയിൽ ഇരു നേതാക്കളും ചർച്ച നടത്തിയിരുന്നു. 3 ദിവസത്തെ പ്രധാനമന്ത്രിയുടെ US പര്യടനത്തിനിടെ തിങ്കളാഴ്ച ന്യൂയോർക്കിൽ വെച്ചാണ് സെലൻസ്കിയെ കണ്ടത്. രാജ്യ തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി അതിഷി ചുമതലയേറ്റു. അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതിനെ തുടർന്നാണ് അതിഷി മുഖ്യമന്ത്രിയായത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ 4 മാസം അതിഷി പദവിയിലുണ്ടാകും. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഒഴിഞ്ഞ കസാര അതിഷി തന്റെ സീറ്റിന് അടുത്തായി ഓഫീസിൽ സ്ഥാപിച്ചു. അരവിന്ദ് കെജ്രിവാളിന്റെ അടയാളമായാണ് കസേര സ്ഥാപിച്ചതെന്ന് അതിഷി പറഞ്ഞു. മുഖ്യമന്ത്രി കസേര കെജ്രിവാളിനുള്ളതാണെന്ന് അതിഷി പറഞ്ഞു. ജനങ്ങൾ തിരഞ്ഞെടുത്തത് അദ്ദേഹത്തെയാണ്. BJPയുടെ ഗൂഢാലോചനയിലാണ് മദ്യനയക്കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. കെജ്രിവാളിനെ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ജനം വീണ്ടും തിരഞ്ഞെടുക്കും. അതുവരെ അദ്ദേഹത്തെ കാത്ത് ഈ കസേര മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടാകുമെന്നും അതിഷി കൂട്ടിച്ചേർത്തു. ഡൽഹിയിലെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി. മുഖ്യമന്ത്രി പദവി ഏറ്റെടുത്തുവെങ്കിലും ധനം, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള 13 വകുപ്പുകൾ അതിഷി തന്നെ വഹിക്കും. AAPയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ പ്രശാന്ത് ഭൂഷണുമായുള്ള പരിചയത്തിലൂടെയാണ് അതിഷി പാർട്ടിയിലെത്തുന്നത്. 2013-ൽ AAPയിൽ ചേർന്നു. മദ്യനയക്കേസിൽ ജയിൽ മോചിതനായെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ലെന്ന നിലപാടിലായിരുന്നു കേജ്രിവാൾ. അഴിമതിക്കാരനെന്ന ആരോപണം BJP തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നതിനെ പരമാവധി പ്രതിരോധിക്കാമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങളുടെ കോടതിയിൽ സത്യസന്ധത തെളിയിക്കാതെ ഇനി മുഖ്യമന്ത്രി പദത്തിലേക്കില്ലെന്ന് കേജ്രിവാൾ പ്രഖ്യാപിച്ചത്. അതേസമയം അതിഷിയുടേത് നാടകമാണെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. അഴിമതി കേസിൽ ജയിലിൽ പോയ കെജ്രിവാളിനെ ശ്രീരാമനോട് ഉപമിച്ച മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. AAPയുടെ നാടകം ജനം തിരിച്ചറിയുമെന്ന് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് പറഞ്ഞു. അതിഷിയുടെ നടപടി മുഖ്യമന്ത്രി പദവിയുടെ അന്തസ്സിന് ചേരാത്തതാണെന്നും ചട്ടലംഘനമാണെന്നും BJP വിമർശിച്ചു. അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിലെ വിചിത്ര പ്രതികരണത്തിൽ വിശദീകരണവുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. മരിച്ച പെൺകുട്ടിയെ ഒരു തരത്തിലും അപമാനിച്ചിട്ടില്ലെന്നാണ് വിശദീകരണം. വിദ്യാർത്ഥികൾ ആത്മശക്തി വളർത്തിയെടുക്കേണ്ടതിനെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്നും കേന്ദ്ര ധനമന്ത്രി കൂട്ടിച്ചേർത്തു. പ്രഭാഷണം നടത്തിയ സ്ഥാപനത്തിൽ വിദ്യാർത്ഥികൾക്കായി ധ്യാന കേന്ദ്രം സ്ഥാപിച്ചിരുന്നു. ഇത് സൂചിപ്പിച്ചായിരുന്നു തന്റെ പരാമർശം. തൊഴിൽ ചൂഷണം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. പ്രിയങ്ക ചതുർവേദിയുടെ ട്വീറ്റിന് മറുപടിയായിട്ടാണ് എക്സിലൂടെ കേന്ദ്ര ധനമന്ത്രിയുടെ പ്രതികരണം. 2 ദിവസം മുൻപ് ജോലി സമ്മർദ്ദം കാരണം ഒരു പെൺകുട്ടി മരണപ്പെട്ടതായി വാർത്ത കണ്ടു. കോളേജുകൾ വിദ്യാർത്ഥികളെ നന്നായി പഠിപ്പിക്കുകയും ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ അവർക്ക് ജോലി നേടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എത്ര വലിയ ജോലി നേടിയാലും സമ്മർദ്ദങ്ങളെ നേരിടുവാൻ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്നും ദൈവത്തെ ആശ്രയിച്ചാൽ മാത്രമേ സമ്മർദ്ദങ്ങളെ നേരിടാനാകൂ എന്നതായിരുന്നു നിർമ്മല സീതാരാമന്റെ പ്രതികരണം. ഈ മാസമാണ് കളമശ്ശേരി കങ്ങരപ്പടി സ്വദേശിനിയായ അന്ന സെബാസ്റ്റ്യൻ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണു മരിച്ചത്.
ഏൺസ്റ്റ് ആൻഡ് യങ് കമ്പനിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്ത് 4 മാസത്തിനുള്ളിലായിരുന്നു അന്നയുടെ മരണം. ഉറക്കക്കുറവും സമയം തെറ്റിയുള്ള ഭക്ഷണരീതിയും അന്നയുടെ ഹൃദയാരോഗ്യത്തെ ബാധിച്ചിരുന്നതായി കമ്പനിയുടെ ഇന്ത്യ വിഭാഗം ചെയർമാൻ രാജീവ് മേമാനിക്ക് അയച്ച കത്തിൽ അമ്മ അനിത സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജോലി കഴിഞ്ഞ് അന്ന വീട്ടിലെത്തുമ്പോൾ പലപ്പോഴും രാത്രി 1 മണിയാകുമായിരുന്നു. ഇതിനുശേഷവും പണിയെടുക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായിരുന്നുവെന്നും അമ്മ കത്തിൽ പറഞ്ഞു. മരണശേഷം പോലും അന്നയെ അവഗണിക്കുന്ന മനോഭാവമായിരുന്നു കമ്പനിയുടേതെന്ന് അച്ഛൻ സിബി ജോസഫും പറഞ്ഞു. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുവാൻ തീരുമാനം. ഉടൻ അറസ്റ്റ് ചെയ്യുവാൻ കൊച്ചി പോലീസ് ക്രൈംബ്രാഞ്ച് മേധാവി നിർദ്ദേശം നൽകി. നടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനു പിന്നാലെയാണ് നടപടി. സുപ്രീം കോടതിയുടെ തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ലെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സിദ്ദിഖിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ കേസിൽ അറസ്റ്റ് നടപടി ഉൾപ്പെടെ സിദ്ദിഖ് നേരിടേണ്ടി വന്നേക്കാം. ജസ്റ്റിസ് CS ഡയസാണ് ജാമ്യാപേക്ഷ തള്ളിയത്. വിധി പകർപ്പ് വന്ന ശേഷം സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ അറിയിച്ചത്. ജാമ്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം വേഗത്തിൽ നീങ്ങിയേക്കും. അതേസമയം ഹൈക്കോടതി ഉത്തരവ് ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടിയെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇന്നലെ രാത്രി വരെ സിദ്ദിഖ് കൊച്ചിയിലെ വീട്ടിലുണ്ടായിരുന്നുവെന്നും ഇന്ന് അവിടെ നിന്ന് മാറി നിൽക്കുകയാണെന്നും വിവരം പുറത്തുവരുന്നുണ്ട്. സിദ്ദിഖിന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. വർഷങ്ങൾക്ക് മുമ്പ് യുവതി ഉന്നയിച്ച ആരോപണങ്ങളിൽ ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നില്ലെന്നും സിദ്ദിഖ് ഹൈക്കോടതിയിൽ നിലപാടെടുത്തിരുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് തനിക്കെതിരെ ഉള്ളതെന്നും അപമാനിക്കുകയെന്ന ലക്ഷ്യമാണ് പരാതിക്ക് പിന്നിലുള്ളതെന്നും സിദ്ദിഖ് പറഞ്ഞു. അന്വേഷണവുമായി സഹകരിക്കാമെന്നും സിദ്ദിഖ് മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരുന്നു. അതേസമയം സിദ്ദിഖിനെതിരെ യുവനടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്ന പരാതിക്കാരിയുടെ മൊഴി ശരിവെക്കുന്നതാണ് ഈ തെളിവുകളെന്ന് അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു. സിദ്ദിഖിനെതിരായ തെളിവുകൾ ഉൾപ്പെടെ കണക്കിലെടുത്താണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. യുവനടിയാണ് പരാതി സിദ്ദിഖിനെതിരെ നൽകിയത്. 2016 ജനുവരി 28-നാണ് സംഭവം നടക്കുന്നതെന്നായിരുന്നു യുവനടിയുടെ ആരോപണം. നിള തിയേറ്ററിൽ സിനിമാ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചുവരുത്തി ബലം പ്രയോഗിച്ച ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു ആരോപണം. മാതാപിതാക്കൾക്കും ഒരു സുഹൃത്തിനും ഒപ്പമാണ് പരാതിക്കാരി ഹോട്ടലിൽ എത്തിയത്. 1.5 മാസം നീണ്ടുനിന്ന അന്വേഷണത്തിനിടെ പരാതിക്കാരിയുടെ മൊഴി ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പ്രത്യേക സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ ADGP MR അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിനോട് വിയോജിച്ച് DGP. അന്വേഷണത്തിൽ അജിത് കുമാർ കാലതാമസം വരുത്തിയതും സ്ഥലത്തുണ്ടായിട്ടും ADGP എന്തുകൊണ്ട് ഇടപെട്ടില്ലെന്നുമാണ് DGP ചോദിക്കുന്നത്. ദേവസ്വം ആസൂത്രിത നീക്കം നടത്തിയെങ്കിൽ വിശദ അന്വേഷണം നടത്തേണ്ടതല്ലേ എന്നും DGP കൂട്ടിച്ചേർത്തു. പൂരം അലങ്കോലപ്പെട്ടതിൽ ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് DGP സർക്കാരിന് കൈമാറി. പൂരം അലങ്കോലപ്പെട്ടതിൽ ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്തുന്നതാണ് ADGPയുടെ റിപ്പോർട്ട്. തിരുവമ്പാടി ദേവസ്വം അനുനയത്തിന് നിൽക്കാതെ പൂരം ഏകപക്ഷീയമായി നിർത്തിവെപ്പിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചിലർക്ക് നേട്ടമുണ്ടാക്കുവാൻ വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കിയാണോ അലങ്കോലപ്പെടുത്തിയതെന്ന് സംശയിക്കുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മുഖ്യമന്ത്രി റിപ്പോർട്ട് പരിശോധിച്ച് തീരുമാനമെടുക്കും. അതേസമയം അന്വേഷണ റിപ്പോർട്ടിൽ CPI നിലപാട് കടുപ്പിച്ചു. അന്വേഷണ റിപ്പോർട്ട് ആശയക്കുഴപ്പങ്ങൾക്ക് വഴിയൊരുക്കിയെന്നാണ് പാർട്ടി മുഖപത്രമായ ജനയുഗത്തിലെ മുഖപ്രസംഗത്തിലെ വിമർശനം. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥലത്തുണ്ടായിട്ടും ഇടപെടാത്തത് ദുരൂഹമാണ്. റിപ്പോർട്ടിലെ കണ്ടെത്തൽ പൂരം അലങ്കോലപ്പെടുത്തിയവരെ വെള്ളപൂശുന്നു. അന്വേഷണ റിപ്പോർട്ട് അനിശ്ചിതമായി വൈകിയതിലടക്കം ദുരൂഹതയുണ്ടെന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. അന്വേഷണ റിപ്പോർട്ടിനെതിരെ TN പ്രതാപനും രംഗത്തെത്തി. ദേവസ്വങ്ങളെ പരിചാരുന്ന റിപ്പോർട്ട് പച്ചക്കള്ളമാണെന്ന് TN പ്രതാപൻ പ്രതികരിച്ചു. പൂരപ്പറമ്പിൽ വെച്ച് ഈ വ്യാജ റിപ്പോർട്ട് കത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പൂരം കലക്കിയെന്നത് യാഥാർത്ഥ്യമാണെന്നും എന്നാൽ കുറ്റക്കാർ ആരെന്ന് മുൻകൂട്ടി പറയുന്നത് ശരിയല്ലെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഭൂമി അഴിമതി കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് തിരിച്ചടി. ഗവർണർക്കെതിരെ സിദ്ധരാമയ്യ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി. കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ ഗവർണർ നൽകിയ അനുമതിക്കെതിരെ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. സാധാരണ ഗവർണർ മന്ത്രിസഭയുടെ തീരുമാനം അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. എന്നാൽ അസാധാരണ സാഹചര്യത്തിൽ ഗവർണർക്ക് സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാം. അത്തരമൊരു സാഹചര്യം ആണിതെന്ന് ഹൈക്കോടതി പറഞ്ഞു. ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചാണ് വിധി പറഞ്ഞത്. താൻ പ്രതിയോ പങ്കാളിയോ അല്ലാത്ത ഭൂമി ഇടപാടിൽ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ അനുമതി നൽകിയ ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ടിന്റെ നടപടി ചട്ടവിരുദ്ധമെന്ന് കാണിച്ചായിരുന്നു സിദ്ധരാമയ്യയുടെ ഹർജി. സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യാമെന്ന ഗവർണറുടെ ഉത്തരവാണ് വിവാദമായത്.
സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് മൈസൂരിൽ 14 പാർപ്പിട സ്ഥലങ്ങൾ അനുവദിച്ചു നൽകിയതിൽ അഴിമതിയുണ്ടെന്നാണ് ആരോപണം. സഹോദരൻ മല്ലികാർജുൻ വാങ്ങി പാർവതിക്ക് നൽകിയതാണ് 3.16 ഏക്കർ ഭൂമി. ഇത് മുട ഏറ്റെടുക്കുകയും പകരം മൈസൂരുവിൽ വിലയേറിയ സ്ഥലത്ത് പാർപ്പിട സ്ഥലങ്ങൾ നൽകുകയും ചെയ്തെന്നാണ് പരാതി. പരാതിയിൽ മുഖ്യമന്ത്രിയെ വിചാരണ ചെയ്യുവാൻ ഗവർണർ അനുമതി നൽകിയിരുന്നു. ഇതിനെതിരെ സിദ്ധരാമയ്യ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഗവർണറുടെ നടപടി നിയമവിരുദ്ധവും തന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്നതുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിദ്ധരാമയ്യ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.